നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഒക്കെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ നിലനിർത്തേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ് രാത്രി നിസ്കാരം. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ മടിയന്മാരല്ലേ, നമ്മൾ അലസന്മാരല്ലേ. രാത്രി നിസ്കാരം പതിവായിട്ട് ഒരു അജണ്ടയായി, ഒരു ശീലമായി കൊണ്ടു നടക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. നമ്മൾ ആലോചിക്കുന്നത് ഫർള് നിസ്കരിക്കാൻ തന്നെ കഴിയുന്നില്ല, മര്യാദക്ക് നേരത്തിന് നിർബന്ധമായ 5 വക്ത നിസ്കാരം തന്നെ പറ്റുന്നില്ല, പിന്നെയാണ് ഇപ്പോൾ രാത്രി നിസ്കാരം. അതാണ് നമ്മളെ ചിന്ത. അവിടുന്ന് നമ്മൾ ഉയരണം, നമ്മൾ മാറണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ അടിമകളുടെ ഗുണങ്ങൾ, ഇബാദുർ റഹ്മാൻ, അവരുടെ ക്വാളിറ്റികൾ എണ്ണി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവർ രാത്രി കഴിച്ചു കൂട്ടും. എങ്ങനെ രാത്രി കഴിച്ചു കൂട്ടുന്നത്? സുജൂദുകളിലാണ് അവർ രാത്രി നിന്ന് നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഇബാദുർ റഹ്മാനിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ, വസ്ത്രം കൊണ്ട് മൂടിക്കിടക്കുന്നവനെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, നീ രാത്രി നിസ്കരിക്കണം. രാത്രിയുടെ അല്പം ഭാഗം ഒഴിവാക്കി ബാക്കി സമയം നീ നിസ്കരിക്കണം, നിസ്കാരത്തിൽ മുഴുകണം. നിസ്ഫഹു അവിൻ കുസ്മിൻഹു ഖലീല, ഒന്നുകിൽ രാത്രിയുടെ പകുതി നീ നിസ്കരിക്കുക, അല്ലെങ്കിൽ അതിന്ന് കുറച്ചും കൂടി കുറച്ചിട്ട് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ സമയം കൂട്ടി, ആ പകുതിയിൽ നിന്നും കുറച്ചും കൂടി സമയം കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. വളരെ സാവകാശം നിർത്തി നീ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുക എന്നാണ്. ഇത് നബിയോട് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. ആ കൽപ്പന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര മനോഹരമായിട്ടാണ് നിറവേറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരത്തെ പറ്റിയിട്ട് നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ. ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നബിൻ്റെ രാത്രി നിസ്കാരം? നമ്മുടെ ഉമ്മ പറഞ്ഞ മറുപടി എന്താണ്? ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിൻ, അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കരുത്, കാരണം അത് വിവരിക്കാൻ കഴിയൂല. ഒരു മനുഷ്യൻ്റെ കാലിൽ നീര് വരുന്ന അത്ര നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിൻ്റെ നീളെത്രയാണ്? ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്തിനാ നബി നിങ്ങൾ ഇങ്ങനെ റിസ്ക് എടുത്ത് നിസ്കരിക്കുന്നത്? ഇത്ര ഇടങ്ങാറായിട്ട് നിങ്ങൾ എന്തിനാണ് നിസ്കരിക്കുന്നത്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? അഫല അകൂന അബ്ദൻ ശകൂറ, ആയിഷ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ട ആയിഷ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യവും നബിയുടെ നിസ്കാരവും ഒക്കെ നമുക്ക് വലിയ ഉത്ബോധനങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടാകണം.